ഹായ് ഡിയോസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു ഹോട്ടൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഹോട്ടൽ ശംഭുശങ്കർ. അവിടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് ഈ കാണുന്ന ചിക്കൻ വറവാണ്. വളരെ ടേസ്റ്റിയാണ്. അവർ അതിന് ചിക്കൻ വറവെന്നോ അല്ല ചിക്കൻ തോരന്നോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് കേട്ടോ. അവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അമ്മ ഉണ്ടായിരുന്നു. അമ്മയുടെ സ്പെഷ്യൽ വിഭവമാണ് ഈ ചിക്കൻ വറവ്. അമ്മ ഇരുന്നത് കോഴിത്തോരനാ? അതെ 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 അല്ലേ. കോഴി തേങ്ങ ഇട്ടിട്ടാക്കുന്നതാ? അതെ. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ എൻ്റെ ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിച്ചു. ഞാൻ പറഞ്ഞെന്നോ എനിക്ക് ഓർമ്മയില്ല. ഞങ്ങൾ സെക്കൻഡ് ഡേ ട്രിവാൻഡ്രത്താണ്. അത് ഇന്നലത്തെ വീഡിയോയുടെ അവസാനം തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ട്രിവാൻഡ്രത്തേക്കാണ് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ട്രിവാൻഡ്രത്ത് വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ് പൊന്മുടി. അപ്പോൾ ഞങ്ങൾ നേരെ അവിടത്തേക്ക് തിരിച്ചു വിട്ടാൽ ഞങ്ങൾ അന്ന് എണീക്കാൻ ഒരു ഉച്ച സമയം ആയിട്ടുണ്ട്. അതാണ് ആദ്യം തന്നെ നിങ്ങൾക്ക് ഹോട്ടൽ കൊണ്ട് പരിചയപ്പെടുത്തിയത്. അങ്ങനെ ഞങ്ങൾ നേരെ പൊന്മുടിയിലേക്ക് പോവാണ്. പൊന്മുടിയിലേക്ക് പോകുമ്പോൾ അറിയാമല്ലേ, 22 പിൻ റോഡാണ് അവിടെ ഉള്ളത്. അപ്പോൾ അത്യാവശ്യത്തിന് നല്ല വളവും തിരിവും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ടോപ്പ് ഹിൽ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അത്ര നല്ല കോടയും മഞ്ഞും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചിത്രത്തിലേക്കാണ് നമ്മൾ ശരിക്കും വന്ന് പതിച്ചത്. അവിടെ ഞങ്ങൾക്ക് പരസ്പരം കാണാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാരണം മഴയും കോടയും. മഴ വരുന്ന സമയത്ത് കോട കുറച്ച് മാറിയിരുന്നു. പിന്നീട് വീണ്ടും ആ കോട തിരിച്ചു വരികയാണ് ഉണ്ടായത്. മാത്രമല്ല ഞങ്ങൾ പോയ സമയം നല്ലൊരു ക്ലൈമറ്റായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മറ്റുള്ള ട്രാവലേഴ്സ് അവിടെ എത്തിയിട്ടുണ്ട്. അവർ എൻജോയ് ചെയ്യുന്ന ദൃശ്യമാണ് നിങ്ങൾ ഈ കാണുന്നതൊക്കെ. നല്ല വെളിച്ചും പാട്ടൊക്കെ വെച്ച് അവരവരുടേതായ രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ഐഷുമാന് ഞങ്ങളങ്ങനെ എവിടെയും കയ്യൊന്നും വിട്ടിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ കുറേ പാറകളും നല്ല താഴ്വൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് അവൾ അങ്ങനെ അധികം വിട്ടിട്ടില്ല. പിന്നീട് ഞങ്ങൾ മടങ്ങി പോകുമ്പോൾ നല്ല മഴയായിരുന്നു. അപ്പം ഏകദേശം ഒരു 6 മണി 6:30 7 മണി ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ പോരുന്ന സമയം ഒരു 5:30 6 മണി. വീട്ടിലേക്ക് എത്തുമ്പോൾ നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പോകുന്ന സമയത്ത് ഐഷുമാരുടെ ഡാൻസാണ് കേട്ടോ. അവരുടെ ഡാൻസ് ഇല്ലാത്ത ഒരു കളിയുമില്ല. അപ്പോൾ സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.